നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ യൂട്യൂബ് റൂമിനെ കുറിച്ചിട്ടാണ്. ഇതിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ വൃത്തികേടായിരിക്കുന്ന ഒരു റൂമായിരുന്നു ഈ റൂം. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായും പെയിന്റിങ്ങും അതേപോലെ തന്നെ സീലിങ്ങും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു യൂട്യൂബിന് അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് റൂമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സീലിംഗ് അടിച്ചത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒക്കെ പൂർണ്ണ രൂപം അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുള്ള ഉയർച്ചകൾക്കൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ ലൈക്കുമാണ് നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ റൂം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ യൂട്യൂബിന് വീഡിയോ ചെയ്യാനായി ഉപയോഗിക്കുന്ന റൂം. എത്ര വൃത്തികേടായി കിടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ ഒരു സൈഡിൽ ഇരുന്നാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ മാറ്റി ഒരു പെർഫെക്റ്റ് റൂമാക്കി മാറ്റാൻ പോവുകയാണ്. അതിനായി 2 പണിക്കാരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ആദ്യം തന്നെ വന്ന് സൈഡിൽ കൂടെ നൂല് പിടിച്ച് മാർക്ക് ചെയ്യുകയാണ്. വാട്ടർ ലെവൽ നോക്കി കറക്റ്റ് മാർക്ക് ചെയ്യുകയാണ്. 4 സൈഡും മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സൈഡ് നമുക്ക് ഹോളാണ്. അതായത് അവിടെ ബാത്റൂമിൻ്റെ സീലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചുമരുകളിലൊക്കെ ഇതേ രീതിയിൽ സീ ക്ലാമ്പ് വെച്ച് അവർ സ്ക്രൂ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഡ്രില്ല് ചെയ്ത് ഹോൾ ഇടുകയാണ്. നടുവിൽ ഒരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കാൻ വേണ്ടി. ബാക്കിയുള്ള ഹോൾ അടിച്ചതിന് ശേഷം അതിൽ സ്ക്രൂ ഡ്രില്ല് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഉപയോഗിക്കാറില്ല. ഈ ഒരു ഡ്രില്ല് തന്നെ സ്ക്രൂ ഡ്രൈവറിന് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇപ്പോൾ ഒരു സി ചാനൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ചുമരിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഇറങ്ങി സാധനം എടുക്കുകയും അതേപോലെ തന്നെ ഈ ഹൈറ്റ് നീക്കി വെക്കാനും ഒക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അവരെ ഏൽപ്പിച്ചാൽ മതി. അടുത്ത അവിടെ ഒരു പീസ് വെക്കേണ്ടതുണ്ട്. അതിൻ്റെ അളവെടുക്കണം. അതിന് അദ്ദേഹം ടാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ടാപ്പ് കൊടുക്കുന്നുണ്ട്. ടാപ്പ് കൊടുത്ത് അതിൻ്റെ അളവ് കറക്റ്റ് എടുത്തതിന് ശേഷം അവനോട് പറഞ്ഞ് അവൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ മില്ലിമീറ്ററൊക്കെ നോക്കണം. കാരണം കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ സെറ്റായി നിൽക്കുള്ളൂ. അപ്പോൾ അവൻ ആ കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹിന്ദി അതിഥി തൊഴിലാളികളാണ് ഇവർ. അവർ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എന്നെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അവിടെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവന് കൊടുത്തിട്ടുണ്ട്. അവനത് അവിടെ വെച്ച് കുടുക്കി വെക്കുകയാണ്. കറക്റ്റ് ആയതുകൊണ്ട് അവിടെ ടൈറ്റായി കുടുങ്ങി കിടക്കും. പിന്നെ ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്ത് അവിടെ സ്ക്രൂ ചെയ്യുകയാണ്. സ്ക്രൂ എടുക്കാനൊക്കെ അവൻ തന്നെ കുനിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രൂ ഡ്രൈവർ ഡ്രില്ല് ഉപയോഗിച്ച് സ്ക്രൂ തിരിച്ച് കയറ്റുകയാണ്. അപ്പോൾ ആ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇവരുടെ പണി തീരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ചുമരുകളും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹോളുള്ള ഭാഗം അത് അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ റൂമിന് വൃത്തി തോന്നുകയുള്ളൂ. പിറകു വശത്തു കൂടെ നമുക്ക് അത് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവർ മാർക്ക് ചെയ്യുകയാണ്. കാരണം ഈ ഒരു തട്ട് അടയ്ക്കണമെങ്കിൽ
ആ കൈ വെച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ അതേ നേരെ തന്നെ മുകളിൽ മാർക്ക് ചെയ്യുകയാണ്. ഒരു ഭാഗം മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ മറ്റേ സൈഡ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നൂല് പിടിച്ച് കറക്റ്റ് ആ ലൈന് അവർ അവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ താഴത്തെ അതേ അളവ് തന്നെ മുകളിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി, ഉറപ്പിന് വേണ്ടി കുത്തനെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ അളവൊക്കെ നോക്കുകയാണ്. നല്ല വൃത്തിയായി തന്നെയാണ് ഇവർ ചുമര് ഈ ചാനൽ അടിച്ചിട്ടുള്ളത്. കറക്റ്റ് ലൈനാണ്. വാട്ടർ ലെവൽ പിടിച്ച് ചെയ്തത് കൊണ്ട് തെറ്റുകയൊന്നുമില്ല. അവർക്ക് കണക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ അവർ മാർക്ക് ചെയ്യുകയാണ്. അതായത് കുത്തനെ വരാനുള്ള ഈ ഒരു ചാനലിൻ്റെ എണ്ണം മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നേരെ താഴേക്ക് കുത്തനെയായി ഈ ചാനൽ അടിച്ച് ക്ലിയർ ആക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആങ്കർ ബോൾട്ടാണ് സീലിങ്ങിൽ അടിച്ചിട്ടുള്ളത്. 8-ൻ്റെ ആങ്കർ ബോൾട്ട് അടിച്ചതുകൊണ്ട് അധികം നമുക്ക് ലീക്കൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ താഴെ 2 ചാനൽ കൂടെ അടിച്ചിട്ടുണ്ട്. തൂക്കി അടിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ താഴേക്ക് ഇനി നമുക്ക് ഇവിടെ ഈ ഹോള് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അവരതിനുള്ള മാർക്കിങ്ങിലാണ്. ആ ചാനലിൻ്റെ മുകളിൽ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് അളവെടുത്ത്. അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നേരെ കുത്തനെ ചാനൽ വീണ്ടും അടിക്കുന്നതാണ്. ഇപ്പോൾ അടിച്ചിട്ടുള്ളത് സീലിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ഉറപ്പിന് വേണ്ടി അടിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതിലൊരു റെയിൽ പോലെ വീണ്ടും അവർ ഉറപ്പിന് വേണ്ടി ചാനലുകൾ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതായത് തൂങ്ങി കിടക്കുന്ന സമയത്ത് അത് ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അളവെടുത്ത് കറക്റ്റായി തന്നെ അവർ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ആ റെയിലും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നല്ല ഉറപ്പിൽ തന്നെ അവിടെ അത് ഫിക്സായി കിടക്കുന്നുണ്ട്. ഇനി അടുത്ത ചാനലുകൾ തുരുതുര അടിക്കുകയാണ്. അതായത് അതിൻ്റെ മുകളിലാണ് നമ്മൾ സീലിംഗ് അടിക്കുന്നത്. അതിനുവേണ്ടി ഇത്തരത്തിൽ ഏകദേശം അളവെടുത്ത് അവർ ഓരോന്നോരോന്നായിട്ട് അടിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ റെയിൽ 4 പാടും അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് ക്രോസായി ഇതേ രീതിയിൽ തന്നെ ചാനൽ വീണ്ടും ആ ഒരു റെയിലിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. മുകളിൽ സീലിങ്ങിൽ നിന്നും താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ അതിന് ഒരു കൂടുതൽ പിടുത്തം വരുന്നതാണ്. ഇനി നമുക്ക് വയറിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതായത് എവിടെയൊക്കെ സീലിങ്ങിൽ നമുക്ക് ലൈറ്റ് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് അതിൻ്റെ നേരെ നമ്മൾ വയറ് തൂക്കിയിടേണ്ടതാണ്. കറക്റ്റ് മാർക്ക് ചെയ്ത് തൂക്കിയിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവസാനം നല്ല രീതിയിൽ അത് കറക്റ്റ് ഡയമെൻഷനിൽ ലൈറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സീലിങ്ങിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് ഷീറ്റ് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൻ്റെ അളവ് എടുത്തിട്ടുണ്ട്. അളവെടുത്തതിന് ശേഷം ഫസ്റ്റ് ഷീറ്റ് ഫിക്സ് ചെയ്യുകയാണ്. നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു റെയിലിൻ്റെ അടുത്തായി തന്നെ ഇത് ഫിക്സ് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഒരു ഷീറ്റ് ഇവിടെ ഉറപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതിന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഷീറ്റ് വെക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ അളവെടുക്കുകയാണ്. അളവെടുത്തതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യണം. നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ ഇടയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഹോൾസിലൂടെ വയറ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പിന്നീട് അത് തുളച്ച് അവിടെ ഏത് ടൈപ്പാണ് ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്.
ഇപ്പോൾ രണ്ടാമത്തെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ, ആദ്യം വെച്ച ഷീറ്റിനോട് ചേർന്ന് തന്നെ അടുത്ത ഷീറ്റും വെക്കാൻ പോവുകയാണ്. ആദ്യം തുളച്ചതിന് ശേഷം അതിലൂടെ വയറ് കയറ്റുകയാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷമാണ് ഷീറ്റ് അവിടെ അളവെടുത്ത് ഫിക്സ് ചെയ്യുന്നത്. വയറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഹോള് കറക്റ്റായി തുളച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇവിടെ കറക്റ്റ് വെച്ച് കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാളെ കൊണ്ട് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. ഒരു കറക്റ്റ് സൈഡ് നോക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവർ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മുകളിൽ സീലിങ്ങിൽ വെക്കേണ്ട ഷീറ്റുകളൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ നമുക്കൊരു കോവ് ലൈറ്റ് വേണം. ആ കോവ് ലൈറ്റ് വെക്കാൻ വേണ്ടി കുറച്ച് താഴേക്കാക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. അവിടെ ചെറിയ ഈ ഒരു ഷേപ്പിലുള്ള ഷീറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലൊരു കട്ടിങ് കിട്ടും. അവിടെ നമുക്ക് ലൈറ്റ് വെക്കാൻ സാധിക്കുന്നതാണ്. ലൈറ്റിൻ്റെ പോയിന്റ് നിങ്ങൾ ആദ്യമേ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ചെയ്താൽ നമുക്ക് ആ വയറിൽ കണക്ഷൻ അല്ലെങ്കിൽ ബൾബ് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ വെച്ചിട്ടുള്ളത് ആ ചെറിയ പീസുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ച് പോരുന്നുണ്ട്. അതിന് സ്ക്രൂ ചെയ്യുകയാണ്. അവിടെ വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അളവൊക്കെ കറക്റ്റായി എടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഫിനിഷിങ്ങിൽ അതിൻ്റെ ഭംഗി കുറയും. അതുകൊണ്ട് കറക്റ്റായിരിക്കണം അളവൊക്കെ. നമ്മൾ വയർ ഇട്ടത് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇപ്പോൾ അവിടെ 3 വയർ തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ സൈഡിലായിട്ട്. ആ 3 വയർ പിന്നീട് നമ്മൾ തുളച്ചിട്ട് അതിൽ LED ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു അടിയിൽ കോവിൻ്റെ ആ ഭാഗത്തുള്ള ആ കാര്യങ്ങളാണ് റെയിലിൽ അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഷീറ്റ് വിലങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലും നമ്മൾ LED കൊടുക്കുന്നുണ്ട്. അതിന് വയർ താഴേക്ക് തൂക്കി ഇട്ടിട്ടുണ്ട്. ഇത് തട്ടിൻ്റെ ഭാഗത്ത് കുത്തനെ അടിച്ചത് നമുക്ക് അടയ്ക്കേണ്ടതുണ്ട്. പിറകു വശത്തു കൂടെയാണ് അതിലേക്ക് കടക്കാനുള്ള വഴി. താഴെ ഒരു വാതിലുണ്ട്. അപ്പോൾ അത് തുറന്ന് നമുക്ക് ബാക്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. കോവ് ലൈറ്റിനുള്ള വയറാണ് ഇപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വയർ 2 എണ്ണം ഇതിൻ്റെ ഉള്ളിലേക്കായി നമ്മൾ തുളച്ച് ഇടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പുറത്ത് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് നമുക്ക് ആ വയർ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ അത് സെറ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ഷീറ്റ് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അടിഭാഗവും ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടെ വെക്കാനുണ്ട്. ഇപ്പോൾ അവസാനത്തെ പീസ് കൂടെ അവൻ കട്ട് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യുകയാണ്. അവിടെ കറക്റ്റ് അളവ് നോക്കി ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതുകൂടെ വെച്ച് കഴിഞ്ഞ സമയത്ത് ഫുള്ള് അടിഭാഗം മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തട്ടിൻ്റെ ഭാഗം മറയ്ക്കാനുള്ളതും നേരെ ചെറിയ പീസ് കോവ് ലൈറ്റിൻ്റെ അവിടെ ഭംഗിക്ക് വെക്കാനുള്ളതും പണിയുണ്ട്. ഇനി ഈ ഒരു ഭാഗം അടയ്ക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനായി ആ ഒരു ഹൈറ്റിൽ അളവെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ പീസായിട്ട് ഓരോ ഷീറ്റുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അളവ് എടുത്തിട്ടുണ്ട്. അളവെടുത്തതിന് ശേഷം 2 സൈഡ് മാർക്ക് ചെയ്ത് നടുവിലൂടെ വരച്ച് അത് കട്ട് ചെയ്യുകയാണ്. അത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വെക്കുന്നത്. നമ്മൾ വിലങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ചുമരിന് കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പുട്ടിയിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് ചുമരിനോട് സീറ്റിംഗ് ആയി കിടക്കുകയുള്ളൂ. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ കുത്തനെ വെച്ചിട്ടുള്ള ആ ഒരു പാനലുകൾ കറക്റ്റ് അല്ലെങ്കിൽ അത് സ്ക്രൂ മാറ്റി ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം ഇത് ചെയ്യുക. കാരണം ചുമരുമായിട്ട് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണുള്ളത്.
അപ്പോൾ ബാക്കിയുള്ള ഷീറ്റുകൾ കൂടെ കട്ട് ചെയ്ത് ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അടയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവസാനത്തെ പീസും കുത്തനെയുള്ളത് വെച്ച് കഴിഞ്ഞ സമയത്ത് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്ത് വൃത്തിയാണ് ഇപ്പോൾ കാണാൻ എന്നുള്ളത് നോക്കൂ. സീലിങ്ങിലുള്ള വയറൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. 4 സൈഡിലും മൂലയിലായിട്ട് നമ്മൾ 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നടുവിൽ 3 എണ്ണം വെച്ച് 2 സൈഡും നടുവിൽ ഓരോന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 3 3 6 2 8 4 12 ലൈറ്റ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ചുമരിൻ്റെ മുകളിൽ ആദ്യമേ 2 ലൈറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഫാൻസി ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ കോവിനുള്ള ഈ ഒരു ഭാഗത്തുള്ള ചെറിയ പീസ് അവർ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉള്ളിൽ വയറുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇടണം. കാരണം നമ്മൾ കോവ് ലൈറ്റ് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇടണം. പിന്നെ സൈഡിൽ നമ്മൾ ചതുരത്തിന് പകരം ഒരു റൗണ്ട് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഈ മൂല ചെയ്യുന്നത്. ഈ മൂലയ്ക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അവർ കറക്റ്റായിട്ട് അത് വളച്ചിട്ടുണ്ട്. അത്തരത്തിൽ 4 മൂലയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ പീസ് വെച്ച് ഇവിടെ ഭംഗിക്ക് കവർ ചെയ്യാനും നോക്കണം. അപ്പോൾ അത് അവർ ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നത് ഒരു എക്സോ ബ്ലേഡ് എടുത്ത് സ്കെയിൽ വെച്ച് വരച്ച് നേരെ മുറിച്ച് കഴിഞ്ഞാൽ അത് കട്ടാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ മൂലയിൽ ഇപ്പോൾ റൗണ്ടിൽ ആ ഒരു ചെറിയ പീസ് വെച്ചിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതാണ്. കുറേ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം കട്ട് ചെയ്യാതെ വെക്കുക. അതിനുശേഷം മെല്ലെ മെല്ലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റൗണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ വെച്ചിട്ട് ആ മൂല കറക്റ്റ് വളച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം എന്ന് മാത്രം. അതിനുശേഷം അടിയിൽ ചെറിയൊരു പീസ് വെച്ച് അടച്ചാൽ മതി. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല വൃത്തിയായി തന്നെ അത് വളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഭാഗങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ചോക്കുപൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് തേച്ച് പിടിപ്പിക്കുകയാണ് ഈ ഗ്യാപ്പിലൊക്കെ. അതായത് സീലിംഗ് ചെയ്ത സമയത്ത് അതിന് 2 ഷീറ്റുകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത് നെറ്റ് വെച്ചിട്ട് നമ്മൾ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് തേക്കുകയാണ് ചെയ്യുന്നത്. അതും ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ നെറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിയുന്ന സമയത്തും അതിന് നടുവിൽ പൊട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ നെറ്റ് കറക്റ്റ് അതിൻ്റെ പിടുത്തത്തിൽ നല്ല ഉറപ്പിൽ പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഉപയോഗിച്ച് അവർ ചോക്കുപൊടി ഉപയോഗിച്ച് അത് ഒട്ടിച്ച് വെക്കുന്നത്. ആ നെറ്റിൻ്റെ റോളെടുത്ത് അവർ ആ ഷീറ്റുകൾ ജോയിൻ്റ് വരുന്ന സ്ഥലത്തും ചുമരിനോടുള്ള ഭാഗത്തും ഒക്കെ നീളത്തിൽ ഇതേ രീതിയിൽ ചോക്കുപൊടിയും ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ ജോയിൻറ്റിലും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിന്നീട് പുട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആകും. ഇതാണ് നെറ്റ്. ഇത് നല്ല ഉറപ്പുള്ള തരം പ്ലാസ്റ്റിക് നെറ്റാണ്. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ജോയിൻറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായി തന്നെ അവർ ജോയിൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ചെറിയ പൊട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവർ അടയ്ക്കുന്നതാണ്. സ്ക്രൂ ചെയ്തതിൻ്റെ ഹോള് വരെ അടച്ച് വൃത്തിയാക്കി മാറ്റുന്നതാണ്. അവരുടെ പണി കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെയിൻറ്റിങ് ചെയ്യണം. പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ആദ്യം പുട്ടി ഇടണം. പുട്ടി ഇടാൻ വേണ്ടി പുട്ടി ഇടുന്ന ആളുകളെ നമ്മൾ നോക്കുകയാണ്. പുട്ടിയിടാനും നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്. അവർ പുട്ടി അതിൽ ഇളക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡ്രില്ല് ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിൽ ഇളക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ നല്ലപോലെ അത് ഇളകി
നല്ല രീതിയിൽ ചുമരിൽ ഗ്യാപ്പൊന്നുമില്ലാതെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ JK സിമെൻറ്റ് എന്ന് പറയുന്ന വാൾപുട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പുട്ടിയാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം നമ്മൾ ഈ ഒരു പുട്ടി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഇളക്കി അതിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളോ പൊന്തി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവർ ചുമരുകളിൽ ഈ ഒരു പുട്ടി അപ്ലൈ ചെയ്യുകയാണ്. അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേപ്പർ ചെയ്യേണ്ടതുണ്ട്. പേപ്പർ ചെയ്ത് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് പുട്ടി ഇടുന്ന ആ ഒരു സ്റ്റൈല് നമ്മൾ നോക്കുക. നല്ല വൃത്തിയായി തന്നെ അവർ ഇടുന്നുണ്ട്. വളരെ കൂളായി ചുമരിനും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പുട്ടി ഇടുന്ന സമയത്ത് ചുമരിനും കൂട്ടി തന്നെ പുട്ടി ഇടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഹോള് അടച്ച ഭാഗത്തും അതേപോലെ തന്നെ ചുമരുകളും മൊത്തം ഈ റൂം മൊത്തം നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അവർ നല്ല വൃത്തിയായി തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മുകളിൽ സീലിങ്ങിൽ നമ്മൾ ഹോള് ചെയ്തിട്ടുണ്ട്. അത് ഒരു ചെറിയ കഷ്ണം വടിയെടുത്തതിന് ശേഷം 2 സ്ക്രൂ ചെയ്ത് ഒരു സ്ക്രൂ സീലിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് പിടിച്ച് വട്ടത്തിൽ തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കട്ടായിട്ട് നമുക്ക് കറക്റ്റ് എത്രയാണോ വേണ്ടത് ആ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നല്ല ലൂസ് ഉണ്ട്. അപ്പോൾ ആ ലൂസിൽ തന്നെയുള്ളൂ ഇവിടെ ടൈറ്റായിട്ട് നമുക്ക് ഈ പറയുന്ന ചുമരിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ലേശം അധികമാക്കിയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് പേപ്പർ ചെയ്ത് പിന്നെ പ്ലെയിൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല ഫിനിഷിങ്ങിൽ. സ്വിച്ച് ബോർഡൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് അയച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് തന്നെ, ഉള്ളിലല്ല സൈഡിൽ കൂടെയൊക്കെ കുത്തി നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്വിച്ച് ബോർഡൊക്കെ അയച്ചത് അപ്ലൈ ചെയ്യുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് സ്വിച്ച് ബോർഡ് കവർ ചെയ്യാനും സാധിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ ഒരു പുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൂസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് താഴേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും അത് വീഴുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോർട്ട് ആവാനും അല്ലെങ്കിൽ പിന്നീട് അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വൃത്തിയായി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് ഷോർട്ട് ആവാതെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. അവർ പുട്ടി അപ്ലൈ ചെയ്യുന്ന രീതി നല്ല രസമാണ് കാണാൻ. അതായത് നേരെ ഒരു പുട്ടി ബ്ലേഡിൻ്റെ മുകളിൽ നിന്നും എടുത്തതിന് ശേഷം മുകളിലേക്ക് വെച്ച് അടുത്ത പുട്ടി ബ്ലേഡിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സീലിങ്ങൊക്കെ അവർ കറക്റ്റായിട്ട് തന്നെ തേക്കുന്നുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ തേക്കുന്നുണ്ട്. പേപ്പർ കുറച്ചിട്ടാൽ മതിയാവും. അതായത് ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ പുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് അറിയുന്ന ആളുകളെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ വാരി പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാണ്. കാരണം പേപ്പർ ചെയ്യുന്ന സമയത്ത് പണി കൂടും. അതുകൊണ്ട് ഇത്തരത്തിൽ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഹോള് അടച്ചിട്ടുള്ള ഭാഗം അത് ചുമരുമായി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം ആ ഭാഗമാണ് കെട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് കൂടെ പുട്ടിയിടാനാകുമ്പോഴത്തേക്ക് ഇരുടായിട്ടുണ്ട്. എന്നാലും അവർ ഫുള്ള് പണി തീർത്തിട്ടേ പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ ഫുള്ള് പണികളും തീർക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും പേപ്പർ ഇടാൻ മറ്റൊരു ദിവസം വരേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ ഫിനിഷിങ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് കാണുന്നത്. അതായത് പുട്ടിയിട്ടതിന് ശേഷം പിറ്റേന്ന് വന്നു, എന്നിട്ട് പേപ്പർ ചെയ്തു. പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോളർ കൊണ്ടാണ് ഇപ്പോൾ പെയിൻറ് ചെയ്യുന്നത്. ആ റോളർ ഇതേ രീതിയിൽ എല്ലാ സ്ഥലത്തും തന്നെ പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാം വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. അതായത് പുട്ടി വൈറ്റാണ്, അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും നമ്മൾ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വെള്ളയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് എന്നറിവുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്.
ഇപ്പം നമ്മുടെ യൂട്യൂബ് റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്തരത്തിൽ സീലിംഗിൽ നമ്മൾ വൃത്തിയായി തന്നെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ വൃത്തിയായി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ജനലിന് പെയിൻ്റ് അടിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ വർക്കും കൂടെ എനിക്ക് ചിലവായിട്ടുള്ളത് ഒരു 20,000 രൂപയാണ്. അപ്പോൾ 20,000 രൂപയ്ക്കൊക്കെ ഇത്തരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ലാഭം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.